ഫ്രണ്ട്സ്, റബീസ്വേൾഡ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടെ സ്വാഗതം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് കേരളത്തിൽ വളരെ പ്രചാരം നേടിയ ഫലവർഗ ചെടിയായ റംബുട്ടാനെ കുറിച്ചിട്ടുള്ള ഒരു വീഡിയോയുമായിട്ടാണ്. മലയാളത്തിൽ മുള്ളൻ പഴം എന്ന പേരിലും ഇതറിയപ്പെടുന്നു. ഇതുപോലെ ധാരാളം ഫലങ്ങൾ ലഭിക്കാൻ എന്തൊക്കെ ചെയ്യാം, ഏതൊക്കെ വളങ്ങൾ ഏതൊക്കെ സമയത്ത് ചേർത്ത് കൊടുക്കാം, ഇതിൻ്റെ നടീൽ രീതി എങ്ങനെ എന്നൊക്കെയാണ് ഞാൻ ഈ വീഡിയോയിൽ വിശദീകരിച്ച് പറയുന്നത്. അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാതെ ഏതെങ്കിലും കൂട്ടുകാർ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെയുള്ള ബെൽ ബട്ടൺ പ്രസ് ചെയ്ത് അതിൽ ഓൾ ഇനാബിൾ ചെയ്ത് വെക്കാം. എങ്കിലേ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. മലേഷ്യയാണ് റംബുട്ടാൻ്റെ ജന്മദേശം. പച്ച നിറത്തിൽ കാണപ്പെടുന്ന ഫലങ്ങൾ പഴുത്തു കഴിഞ്ഞാൽ ചുവപ്പ്, ഓറഞ്ച്, മഞ്ഞ എന്നീ നിറങ്ങളിലും കാണപ്പെടുന്നു. ഇതിൻ്റെ കായ്കൾക്കുള്ളിൽ ഒരു വിത്തുണ്ടാവും. എങ്കിലും ഗ്രാഫ്റ്റഡ് തൈകൾ തന്നെയാണ് നടാൻ നല്ലത്. ഇതിനായി കുരുമുളപ്പിച്ച് തൈകൾ 1 വർഷം വളർച്ചയാവുമ്പോൾ വശം ചേർത്തൊട്ടിക്കൽ നടത്താം. ഇങ്ങനെ ക്രാഫ്റ്റിംഗ് ചെയ്ത തൈകൾ നട്ടുപിടിപ്പിച്ചാൽ 3-4 വർഷം കഴിയുമ്പോഴേക്കും ധാരാളം ഫലങ്ങൾ തന്നു തുടങ്ങുന്നു. വളപ്രയോഗങ്ങൾ നടത്തുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം. വേരിനടുത്തുള്ള മണ്ണ് മാറ്റി വളപ്രയോഗം നടത്തുവാൻ പാടില്ല. അങ്ങനെ വരുമ്പോൾ വേര് പൊട്ടിപ്പോവും, ചെടികൾ നശിച്ചു പോവുകയും ചെയ്യും. പകരം വളങ്ങൾ മരങ്ങളുടെ ചുവട്ടിലിട്ട് തടങ്ങൾ കൂടുതൽ വിസ്തൃതമാക്കി മണ്ണ് മൂടിയാൽ മതി. കീടങ്ങളൊന്നും അധികം ബാധിക്കാത്ത ഒരു ചെടിയാണ് റംബുട്ടാൻ. അതുകൊണ്ട് തന്നെ പ്രത്യേകിച്ച് കീടനാശിനികളൊന്നും ആവശ്യമില്ല. വേനൽക്കാലത്ത് വരൾച്ചയെ അതിജീവിക്കാൻ ഉണങ്ങിയ ഇല ചുവട്ടിൽ കൂട്ടി ഇട്ട് കൊടുക്കാവുന്നതാണ്. പിന്നെ വർഷത്തിൽ 3 തവണ വളപ്രയോഗം നടത്താവുന്നതാണ്. ചാണകപ്പൊടിയും അതുപോലെ കടലപ്പിണ്ണാക്കും എല്ലുപൊടിയും വളങ്ങളായിട്ട് ഉപയോഗിക്കാവുന്നതാണ്. വെറും ചാണകപ്പൊടി മാത്രമാവുമ്പോൾ 5 കിലോ ചാണകപ്പൊടി ചുവട്ടിൽ വിതറി മണ്ണ് കൂട്ടി കൊടുത്താൽ മതിയാവും. നന്നായി നനച്ചു കൊടുക്കേണ്ട ഒരു ചെടിയാണ് റംബുട്ടാൻ. എങ്കിൽ മാത്രമേ ധാരാളം ഫലങ്ങൾ ലഭിക്കുകയുള്ളൂ. കടലപ്പിണ്ണാക്കും എല്ലിൻ പൊടിയും 2 ദിവസം വെള്ളത്തിൽ മിക്സ് ചെയ്ത് വെക്കുക. ആ ഒരു മിശ്രിതം ചുവട്ടിൽ ഒഴിച്ചു കൊടുത്ത് അതിന് മുകളിൽ മണ്ണ് മൂടിയിട്ട് കൊടുക്കാം. ഇത് നല്ലൊരു വളമാണ്, നന്നായിട്ട് ഫലങ്ങളും തരും. പകരമായിട്ട് ചാണകപ്പൊടി മാത്രവും നമുക്ക് വളമായി പ്രയോഗിക്കാം. ധാരാളം ഹെൽത്ത് ബെനിഫിറ്റ്സ് ഉള്ള ഒരു പഴമാണ് റംബുട്ടാൻ. ധാരാളം ഫൈബർ, പ്രോട്ടീൻ കണ്ടന്റ് അടങ്ങിയിട്ടുള്ള ഒരു ഫലമാണ്. പ്രതിരോധശേഷി വർദ്ധിപ്പിക്കുന്നു. ഫൈബർ ധാരാളം അടങ്ങിയത് കൊണ്ട് തന്നെ തടി കുറയ്ക്കാൻ ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് ഉപയോഗിക്കാൻ പറ്റിയ ഒരു ഫലമാണ് റംബുട്ടാൻ. ദേവതകളുടെ ഫലമെന്നും ഈ ഒരു ഫലം അറിയപ്പെടുന്നു. കൂടുതൽ എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ നിങ്ങൾക്ക് അഭിപ്രായം ചോദിക്കാവുന്നതാണ്. എൻ്റെ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യാൻ മടിക്കരുത്. കൂടുതൽ നല്ല ഒരു വീഡിയോയുമായിട്ട് ഞാൻ ഉടൻ തന്നെ വരുന്നതായിരിക്കും. അതുവരെ എല്ലാവർക്കും നന്ദി.